ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവില്ലേ? അപ്പോൾ നമ്മളോട് സുഖമായിട്ടിരിക്കണേ. അപ്പോൾ നമ്മുടെ നോമ്പൊക്കെ ഇതവിടെ പെടേന്ന് കഴിയാറായില്ലേ? എത്ര പെട്ടെന്നാണ് നോമ്പ് പോയി എന്നൊന്നും അറിയില്ല. ഒരു മാസം പോണ പോക്കി ഞാൻ ചിന്തിക്കുകയാണ്. കാരണം നമുക്ക് നോമ്പൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഓരോ ദിവസം പോണത് നമ്മളിങ്ങനെ കണക്കാക്കി വെക്കുള്ളൂ അല്ലേ? അല്ലാത്തപ്പോൾ നമുക്ക് മാസം പോണതും അറിയില്ല, വരണതും അറിയില്ല, ഒന്നും അറിയില്ല. ഇതിപ്പോൾ നോമ്പായതുകൊണ്ട് നമുക്ക് ഈ ഒരു മാസം പോയതേ അറിയില്ല കേട്ടോ. നോമ്പൊക്കെ എത്ര പെട്ടെന്നാണ് തീർന്നത്. അതിനിടയിൽ ഓരോരോ കാര്യങ്ങൾ, മരണങ്ങൾ, ഞങ്ങൾക്ക് ഈ നോമ്പിന് തന്നെ ഒരുപാട് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒക്കെ നമ്മളെ ഫാമിലിയിലുള്ളവർ തന്നെയാണ് കേട്ടോ. മൂത്താപ്പാട് മകൾ മരണപ്പെട്ട്, പിന്നെ ഇപ്പാടെ അനിയൻ്റെ ഭാര്യ മരണപ്പെട്ട്, ലാസ്റ്റ് ഇപ്പോൾ ഇതാ അമ്മമ്മ മരണപ്പെട്ട്. അങ്ങനെയുള്ള മരണങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ ഫാമിലിയിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളതെല്ലാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത് കുറച്ച് മുന്നേ ഞാൻ എടുത്തു വെച്ചതാണ് കേട്ടോ. അമ്മമ്മ മരിക്കണ അന്ന് പകൽ നമ്മൾ എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടത്. പിന്നെ രാത്രിയാണല്ലോ മരണ വാർത്ത ഒക്കെ അറിഞ്ഞിട്ട് അങ്ങനെയാണ് പോയത്. അപ്പോൾ അന്ന് എടുത്ത വീഡിയോ ആയിരുന്നു, ഇടാൻ പറ്റിയില്ല. സെറ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വോയിസ് കൊടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. നിങ്ങൾക്ക് വീഡിയോ എല്ലാം കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. എല്ലാവരും ആദ്യം തന്നെ ലൈക്കൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ നിൽക്കാൻ നോമ്പറക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു മാസം റമദാൻ, ഈ ഒരു മാസം 2 പ്രാവശ്യമാണ് കേട്ടോ. 2 ദിവസമാണ് വീട്ടിൽ നോമ്പറക്കാനായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ആഴ്ചയിൽ വരുന്നതാണല്ലോ. ആഴ്ചയിൽ വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നോമ്പറപ്പിക്കലുണ്ടാവും. അപ്പോൾ അങ്ങോട്ട് പോവും. നോമ്പ് തുറന്നപ്പോൾ അങ്ങോട്ട് പോവും. നമ്മൾ വീട്ടിൽ ഉണ്ടായിട്ട് നോമ്പറന്നുള്ളത് ഒരു ദിവസം നോമ്പറന്ന് ഇതിപ്പോൾ 2ാമത്തെ ദിവസമാണ് കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് നോമ്പ് തുറ ഉണ്ടായിരുന്നത് ചെറിയ നാത്തൂൻ്റെ വീട്ടിലാണ് കേട്ടോ. അത് നോമ്പ് 25-നാണ് കേട്ടോ ആ നോമ്പ് തുറ ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അതിന് പോയി. ആ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ എടുത്തു വെച്ചതാണല്ലോ. അപ്പോൾ ആദ്യം ഇതങ്ങോട്ട് ഇടാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ നമുക്ക് നോമ്പറക്കാനായിട്ട് നമ്മൾ പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് പൊടി അവിടെ വാട്ടി വെച്ചിട്ടുണ്ട്. അതിന് മുന്നേ നേരത്തെ തന്നെ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ആക്കി വെക്കുകയാണ്. അപ്പോൾ മുന്തിരി എല്ലാം കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കറുപ്പ് മുന്തിരിയൊക്കെ കൊഴിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് കഴുകിയിട്ടാണ് അതിൽ വെച്ചത്. പിന്നെ വെള്ള മുന്തിരി ഞാനത് അങ്ങനെ തന്നെ വെച്ചത്. എന്തായാലും നമ്മളത് എടുക്കുമ്പോൾ എന്തായാലും കഴുകിയിട്ട് തന്നെ, നന്നായിട്ട് കഴുകിയിട്ട് തന്നെ എടുക്കുള്ളൂ. ആ കറുപ്പ് മുന്തിരി ഒന്ന് കൊഴിഞ്ഞ് വീണുകൊണ്ട് ഞാനതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടാണ് വെച്ചത്. പിന്നെ നമ്മൾ മഞ്ഞ മത്തനില്ലേ, തണ്ണിമത്തൻ, ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അത് അവിടെ ഒരു വിണ്ട പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എന്തായാലും ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് അതെടുക്കണം. തൊലി മഞ്ഞ കളറുള്ള തണ്ണിമത്തൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളിൽ മഞ്ഞ കളറുള്ളത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ഇതാ നമ്മൾ ഇന്നൊക്കെ സ്നാക്സ് ആയിട്ട് ചിക്കൻ റോളാണ് ഉണ്ടാക്കുന്നത്. അതിലേക്കായിട്ട് ഇതാ ചിക്കൻ ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അതിലേക്ക് ഇതാ കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാലപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു നാരങ്ങയുടെ പകുതിയും പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനത് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ മറന്നു പോയതാണ് കേട്ടോ. പിന്നെ കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ കുട്ടികളായിട്ട് മുടി വെട്ടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ പെരുന്നാളുടെ അവസരം വെട്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ നല്ല തിരക്കാവും. പിന്നെ ഒഴിവും ഉണ്ടാവില്ല കേട്ടോ. അവർ വരിക തന്നെ ചിലപ്പോൾ പെരുന്നാളുടെ തലേ ദിവസമൊക്കെ ആവും വരിക. അപ്പോൾ പിന്നെ അവരെ നേരത്തെ കൊണ്ടുപോയി വെട്ടി കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് അവരങ്ങനെ കുളിക്കാനൊക്കെ ആയിട്ട് കയറിയിട്ടുണ്ട്. 2 മുടിയും വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയിലത്തെ ഞാൻ പത്തിരിയൊക്കെ ഒന്ന് വേഗം പരത്തി വെച്ചിട്ട് അത് ചുടുന്നുണ്ട്. പിന്നെ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചിക്കൻ റോൾ ഉണ്ടാക്കാനുള്ള ചിക്കനൊക്കെ ഒന്ന് മസാല തേച്ച് വെച്ചില്ലേ, അതിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച ചിക്കനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കുറച്ച് ഉണ്ടാക്കണമല്ലോ കേട്ടോ. കുറച്ച് ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഒരു പാക്കറ്റ് ബ്രെഡ് ഒരു 2 എണ്ണം ബാക്കി വന്നുള്ളൂ. അതല്ലാത്തതിലൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പുറത്ത് പത്തിരി വേഗം ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമ്മൾക്ക് കുറച്ച് സവാള ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് വെക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് നമ്മളിത് കോരി മാറ്റൊന്നും വേണ്ട കേട്ടോ. അതങ്ങനെ അതിലേക്കണ്ട് ഇട്ട് കൊടുക്കുക.
എന്നിട്ട് പിന്നെ അതിലിട്ടിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഇതിങ്ങനെ ഈ ഒരു വാട്ടം തന്നെ മതി കേട്ടോ. നമ്മൾ നന്നായിട്ട് വാടി കിട്ടണം എന്നൊന്നുമില്ല. നമ്മൾക്ക് ഈ ഒരു എണ്ണയിലിട്ടിട്ട് ഒന്നിങ്ങനെ വാടിയാൽ തന്നെ അത് വാടി കിട്ടും. പിന്നെ അതാ ഞാനൊരു ഒരു മുളക് തന്നെ എടുത്തോളാം കേട്ടോ. അതൊന്ന് ചെറിയ പീസാക്കിയിട്ടൊന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു ക്യാപ്സിക്കൻ്റെ പകുതി ഞാൻ അതേപോലെ തന്നെ ചെറുതാക്കി കട്ട് ചെയ്താണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഇട്ട് കൊടുത്തതാണ്. ഇട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കാനൊക്കെ ആയിട്ട്. പിന്നെ അതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തതാണ്, ചിക്കൻ്റെ മസാല ഒക്കെ ആക്കുമ്പോൾ ഇട്ട് കൊടുത്തതാണ്. ഇനിയിപ്പോൾ ഈ ഉള്ളിയിലും ഇതിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചാണ് ഇട്ടിട്ട് കൊടുക്കണുള്ളൂ. പിന്നെ ഇനി നമ്മൾ മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് സോസൊക്കെ ഒഴിച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് സോസൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം അതിൽ കിടന്നിട്ട് ഒന്ന് സെറ്റായതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1.5 ടീസ്പൂണോളം മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ട് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 2-3 സ്പൂണോളം പാൽ മതി. അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചീസാണ് കേട്ടോ. ഞാൻ കുറച്ച് ചീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, ആവശ്യമൊന്നുമില്ല. നമുക്ക് നേരത്തെ ഞാൻ നിർത്തി വെച്ചൊരു ഫീലിംഗ് ഇല്ലേ, അതുവരെ ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതെല്ലാം ഞാൻ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ മൈദപ്പൊടി ഇട്ട് കൊടുത്ത് അതിലേക്കൊരു പാൽ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് സെറ്റായി വന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കുന്നത്. ചീസെല്ലാം നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, ഇഷ്ടമല്ലാത്തവരായിട്ട് ആരുമില്ല. അപ്പം ഞാൻ കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇതിൽ ചേർക്കണം എന്നൊന്നുമില്ല. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് ഒന്ന് കഴിച്ചാൽ മതി കേട്ടോ, വയറ് ഫുള്ളാവും. ഇനിയിപ്പോൾ നോമ്പിനല്ലെങ്കിലും കൂടി നമുക്ക് നോമ്പല്ലാത്തപ്പോഴും കുട്ടികൾ സ്കൂളിൽ വരുന്ന ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കൊക്കെ ഉണ്ടാക്കി വെക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ കുറച്ച് ബ്രെഡ് എടുക്കുന്നുണ്ട്. ബ്രെഡിൻ്റെ 4 സൈഡും ഞാനിതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ആ ബ്രൗൺ കളറുള്ളതില്ലേ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ബ്രെഡ് പൊടി ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രൗൺ കളറുള്ള അത് എടുത്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ അതിനായിട്ട് വേറെ ബ്രെഡ് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് പൊടിച്ചെടുത്താൽ മതി നമുക്ക്. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് 2 മുട്ടയാണ് കേട്ടോ എടുത്തുള്ളത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തുകൊണ്ട് തന്നെ ഈ 2 മുട്ട തികഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഒരു മുട്ട കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 3 മുട്ടയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ബ്രെഡ് എടുക്കുന്നുണ്ടോ അത്രത്തോളം ആവശ്യത്തിനനുസരിച്ച് മുട്ട എടുക്കുക. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മുക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് തീർന്ന് പോകട്ടത്, അതുകൊണ്ടാണ് അത്രയും മുട്ട ആവശ്യമായത്. പിന്നെ നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള ബ്രെഡ് ഒന്നിങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രെഡ് ഒന്നിങ്ങനെ പരത്തി കൊടുക്കുക. നല്ല സോഫ്റ്റ് ബ്രെഡാണെങ്കിൽ നന്നായിട്ട് പരന്ന് കിട്ടും കേട്ടോ. ഞാനിതവിടെ നല്ല സോഫ്റ്റ് ബ്രെഡാണ് കേട്ടോ എടുത്തുള്ളത്. നമ്മൾ ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഞാൻ കട്ടിംഗ് ബോർഡ് വെച്ചിട്ടാണ് പരത്തിയെടുത്തത്. ഒന്ന് പരത്തി വെച്ചതിന് ശേഷം അതൊന്നും ഇങ്ങനെ നമുക്കിങ്ങനെ കുറച്ചൊന്ന് പരന്ന് കിട്ടും. എന്നിട്ട് പിന്നെ നമ്മളത് എടുത്തിട്ട് അതിൽ നമ്മൾ ഫില്ലിങ് വെച്ചിട്ട് ഒന്നിങ്ങനെ മടക്കി വെക്കുക. പിന്നെ കുറച്ച് മൈദ ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പശ പോലെ ആക്കിയിട്ടല്ല, കുറച്ച് വെള്ളം പോലെ തന്നെയാണ് കേട്ടോ ആക്കിയെടുത്തുള്ളത്. ഇനിയിപ്പോൾ അത് അതിൻ്റെ എല്ലാ ഭാഗത്തുനിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. നമുക്കിങ്ങനെ ഒട്ടിച്ച് വെക്കുന്ന ഒരു സമയത്ത് ഓരോ ഭാഗം ഇങ്ങനെ പൊട്ടിപ്പൊളിയണ പോലെയൊക്കെ തോന്നും കേട്ടോ. പക്ഷെ അതൊന്നും കുഴപ്പമില്ല, കാര്യമാക്കണ്ട. നമ്മൾ മുട്ടയിലും ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയിടുന്നതുകൊണ്ട് തന്നെ അവിടെയൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ കൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാ ബ്രെഡിലും ഒക്കെ നാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ ആ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ബ്രൗൺ കളറുള്ള, അത് തന്നെയാണ് കേട്ടോ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ അവിടെ മുട്ട നമ്മൾ മിക്സ് ചെയ്തിട്ട് അതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഓരോന്നും എടുത്തിട്ട് ഓരോ ബ്രെഡ് കൊടുത്തിട്ട് മുട്ടയിൽ മുക്കുക. പിന്നെ ബ്രെഡിൻ്റെ ക്രംസിലൊന്ന് മുറുക്കി കൊടുക്കുക. ഒന്ന് ഉരുട്ടി കൊടുത്തിട്ട് നേരെ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ 2 കൈ കൊണ്ടാക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് ആ കൈ കൊണ്ട് തന്നെ ബ്രെഡും കൂടിയിട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ ബ്രെഡെല്ലാം അങ്ങനെ ഒട്ടിപ്പിടിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 2 കൈ വെച്ചിട്ട് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ 2 എണ്ണം ഇട്ടിട്ടാണ് കേട്ടോ പൊരിക്കണത്. അത്യാവശ്യം വയറ് നിറയാൻ ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി കേട്ടോ. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും, ഉറപ്പാണ് ഇഷ്ടമാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അധികം പണിയൊന്നുമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് പരത്തണ്ട, കുഴക്കണ്ട, ഒന്നും ചെയ്യണ്ട, എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും.
അങ്ങനെ ഇതാ നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കണതൊക്കെ ഇവിടെ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ അപ്പോഴേക്കും നമുക്ക് നോമ്പറക്കാനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാനുണ്ടല്ലോ. അപ്പോൾ അത് ചെയ്യാനിതാ നമ്മുടെ മഞ്ഞ തണ്ണിമത്തനൊക്കെ ഒന്ന് മുറിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മുറിച്ച് നോക്കുന്നുണ്ട്. വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. സാധാ മത്തൻ കഴിക്കുന്ന പോലെ തന്നെ കളർ വ്യത്യാസം ഉണ്ട് എന്നുള്ളൂ കേട്ടോ. വേറെ പ്രത്യേകിച്ച് ടേസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല, അതേപോലെ തന്നെയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ തണ്ണിമത്തന് വെച്ചിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അതാക്കിയെടുക്കുകയാണ് കേട്ടോ. ഒന്നുമല്ല, നമ്മുടെ തണ്ണിമത്തനൊക്കെ ഒന്ന് ഇങ്ങനെ എന്താ പറയുക, ചെറുതാക്കി ഇങ്ങനെ കലക്കണ പോലെ നമ്മൾ തണ്ണിമത്തൻ കലക്കില്ലേ, അത് തന്നെയാണ് കേട്ടോ. അതിൽ നമ്മൾ കുറച്ച് പൈനാപ്പിളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളൂ. നമ്മൾ വേറെ മധുരം ഇട്ടൊന്നും ചേർക്കണമൊന്നുമില്ല, തണ്ണിമത്തനിലുള്ള മധുരം തന്നെ ഉള്ളൂ കേട്ടോ, വെള്ളവും ചേർക്കണില്ല. അപ്പോൾ പൈനാപ്പിൾ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കസ്കസൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളത് ഇട്ട് കൊടുത്തില്ല, സത്യം പറഞ്ഞാൽ മറന്നു പോയതാണ് കേട്ടോ, അത് ഇട്ട് കൊടുക്കായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ കലക്കി വെച്ചത് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ ഐറ്റംസും അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാനായി. അങ്ങനെ നമ്മൾ നോമ്പറക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. മഞ്ഞ മത്തം കഴിക്കുമ്പോൾ എന്തോ പോലെ ഉണ്ടായിരുന്നു കേട്ടോ കാണുമ്പോൾ. ഇതെങ്ങനെ നമുക്ക് സാധാ തണ്ണിമത്തം കഴിക്കുന്ന ഒരു ഇതുണ്ടാവുമോ എന്ന് വിചാരിച്ച്. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, സാധാരണ കഴിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഐറ്റം നമ്മുടെ ചോപ്പ് മത്തൻ വെച്ചിട്ടുള്ള ആ ഒരു സംഭവം കൂടിയായപ്പോൾ ഉഷാറായിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചിക്കൻ റോളും ഈ ജ്യൂസും, ജ്യൂസ് എന്ന് വെച്ചാൽ തണ്ണിമത്തൻ കലക്കിയതും ഒക്കെ കൂടിയായപ്പോൾ വയറങ്ങോട്ട് നിറഞ്ഞെന്ന്. ചായ കുടിക്കാനും കുറേ നേരം വഴുകിയിട്ടാണ്. പിന്നെ ഫ്രൂട്ട്സൊക്കെ നമ്മൾ എല്ലാം ആദ്യം കഴിച്ചിട്ടാണ് കേട്ടോ. പിന്നെ സ്നാക്സൊക്കെ കുട്ടികളായാലും അങ്ങനെ തന്നെ ആദ്യം തന്നെ സ്നാക്സ് അങ്ങോട്ട് വാരിയെടുത്ത് കഴിക്കൊന്നുമില്ല കേട്ടോ. ആദ്യം ഫ്രൂട്ട്സ് മുതെല്ലാം ഒരുവിധമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അത് കഴിക്കുള്ളൂ. അങ്ങനെ നമ്മൾ നോമ്പറക്കലൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ നോമ്പറക്കലാണ് കേട്ടത്. പിന്നെ നമ്മുടെ ചിക്കൻ റോൾ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതെല്ലാം കഴിഞ്ഞ് നോമ്പറക്കലെല്ലാം കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ചായ കുടിച്ചത്. കുറേ സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ ചായ എല്ലാം കുടിച്ചത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.